ഹലോ, ഇതൊരു ഗണേശോത്സവ് റിലേറ്റഡ് വീഡിയോ ആണ്. അവസാനം വരെ കാണുക. ഒത്തിരി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഒത്തിരി അധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട്. ഗണേശോത്സവം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ വലിയൊരു ഉത്സവമാണ്. നമ്മുടെ ഓണം പോലെ തന്നെ ഇവർക്കും 10 ദിവസം ആണ് ഇത് ഉള്ളത്. 10 ദിവസം ഗണപതി നമ്മുടെ വീട്ടിലേക്ക് വരും. അതായത് വിനായക ചതുർത്ഥി തുടങ്ങി പിന്നീടുള്ള 10 ഗണപതിയെ കൊണ്ടുവരുന്നത്. ഇനി വലിയ വലിയ മൂർത്തികളാണെങ്കിൽ 10 ദിവസവും പൂജ ഉണ്ടാവും. വളരെ ചുരുക്കം ആൾക്കാരെ 10 ദിവസം വീട്ടിലൊക്കെ വയ്ക്കാറുള്ളൂ. ഇവിടെ മയൂദീദിയുടെ വീട്ടിൽ 10 ദിവസവും വീട്ടിൽ വയ്ക്കാറുണ്ട്. ഇത് അമ്മയാണ് ഗണപതിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആദ്യം എടുക്കുന്നത് മയൂദീദിയുടെ വീട്ടിലും. ഇവരാണ് ഇപ്രാവശ്യം 10 ദിവസം അവരുടെ വീട്ടിലേക്ക് ഗണപതിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കാണുന്ന മാതിരി അത്ര എളുപ്പമൊന്നും അല്ലെന്ന് ഇവരുമായിട്ട് ക്ലോസ് ആയിട്ട് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 10 ദിവസം രാവിലെയും വൈകുന്നേരം ആരത്തിയുണ്ട്. ആരത്തിക്ക് സെപ്പറേറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു മോദക് ഡിഷ് ഉണ്ടാക്കണം ഭഗവാന് വേണ്ടിയിട്ട്, പ്രസാദത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ ചുറ്റിയാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന പാടെ നമ്മൾ അതിൻ്റെ ഇരിപ്പിടമൊക്കെ ഒരുക്കി അതിലിരുത്തി ആ മുഖത്തെ കെട്ടൊക്കെ അഴിച്ച്, എന്ത് നല്ല ഗണപതിയായിരുന്നെന്നറിയാം. നല്ല ഷാളൊക്കെ ചുറ്റി നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അതുമാതിരി ഒരു ഡിവൈൻ ഫീലായിരുന്നു ഈ 10 ദിവസം ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു പോസിറ്റിവിറ്റി ഫീല് തന്നെ ഭയങ്കരമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും തോന്നും നമുക്ക് ഈ മൂർത്തിയോട്. എനിക്ക് പോലും തോന്നി. അപ്പം ആ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ ബ്ലഡിൽ ഗണപതി ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണിത്. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നതുപോലാണ്. പിന്നീട് നമുക്ക് പറയാനുള്ള മോദകിനെ കുറിച്ചാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസാദമായി കഴിക്കുന്നത് മോദകാണ്. മോദകിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. നമ്മൾ സാധാരണയായി 21 മോദകങ്ങളാണ് ഭഗവാന് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ, ദേവാന്തക് നരാന്തക് എന്ന് പറയുന്ന 2 അസുരന്മാരെ വധിക്കാനായിട്ട് വിനായകൻ്റെ അവതാരമെടുത്ത സമയത്ത് 20 ഗണങ്ങൾ, അതായത് 20 സൈനിക് കൂടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. സോ ആ 20ഉം അവർക്ക് കൊടുത്തതിന് ശേഷം ലാസ്റ്റിലെ ഒരു മോദകമാണ് ഭഗവാൻ കഴിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യം. 10 ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ 10 ദിവസം നമ്മൾ 2 നേരം നേദിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഫുൾ ടൈം ഇതിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് പോകും. പക്ഷേ ഇത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ആ ആരത്തിയിൽ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. നമുക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ആദ്യവും അവസാനവും 2 ദിവസവും ഞാൻ ഉണ്ടായിരുന്നു. അത്രയും കൂടിയതിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ടൊരു സങ്കടം വന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ പോകുന്നത് പോലെ ഒരു ഫീൽ ചെയ്തു. അമ്മയ്ക്കാണെങ്കിൽ നല്ല സങ്കടമായിരുന്നു കേട്ടോ. അമ്മ അന്ന് വൈകുന്നേരം നല്ല മൂഡ് ഓഫ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഗണപതി എന്ന് പറയുന്നത്, ഈവൻ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണെങ്കിൽ പോലും ഇവരുടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ബ്ലഡിൽ തന്നെ ഗണപതി ഉണ്ട്. ഭഗവാനെ അത്രയും ടേക്ക് കെയർ ചെയ്താണ് ഇവിടെ നമ്മുടെ വീട്ടിൽ നമുക്ക് അറിയാവുന്നൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും മാല കെട്ടിയിടും. അതുപോലെ തന്നെ എല്ലാ ദിവസവും പുതിയ തരം എന്തെങ്കിലും ഒരു ഭോഗം ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ്. വളരെ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ഇവിടെ എല്ലാവരും അതൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ആ പ്രോസസ്സിൽ തന്നെ എല്ലാവരും വളരെ എൻഗേജ്ഡ് ആയിരുന്നു. വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇങ്ങനെ ഉരുട്ടി ഇത് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്താണ് നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് വയ്ക്കുന്നെങ്കിൽ ഇവരൊരു ചരുവത്തി പാത്രം നിറച്ച് അതിൻ്റെ മുകളിലൊരു തട്ട് വെച്ച് പിന്നെ അത് അടച്ചു വെച്ച് ഇങ്ങനെ വേവിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ രീതി. ഇത് തന്നെ നമ്മൾ മോദകമൊക്കെ കിട്ടത്തില്ലേ, അത് നമ്മൾ ചെറുപയറൊക്കെയാണ് ഫില്ലിംഗ് എങ്കിൽ ഇതിൽ നമ്മുടെ കൊഴുക്കട്ടയുടെ ഫില്ലിംഗ് തന്നെയാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. 2 നേരമാണ് ഡെയിലി ആരത്തി ഉള്ളത്, രാവിലെയും വൈകുന്നേരവും. അപ്പോൾ രാവിലെയും വൈകുന്നേരം 10 ദിവസം ത്രൂ ഔട്ട് ആരത്തി ഉണ്ടാവും. അപ്പം ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് വേണം നമ്മളിത് ആരത്തി ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനും ഒരു പ്രത്യേക ഒരു വൈബും ഒരു പ്രത്യേക ഫീലും ഒക്കെ ആയിരുന്നു. ഒരു കെടാവിളക്കും കത്തിക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഇതുപോലെ പുല്ലിൻ്റെ പേരെനിക്കറിയില്ല. ഈ 2 പുല്ല് 2 ദിവസം
ദിവസം മുമ്പേ നമ്മൾ കൊണ്ടുവരികയോ ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഹൽദി കുങ്കുമം എല്ലാവർക്കും തൊട്ട് കൊടുക്കും. ഹൽദിയും കുങ്കുമവും ഒക്കെ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കുകയാണ്. ഇവിടെ എല്ലാവരും യൂഷ്വലി ഗണപതി ബപ്പ മോര്യ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് മോര്യ ഗോസാവി എന്ന് പറയുന്ന ഒരു സാധു ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. സോ അദ്ദേഹം വലിയൊരു ഗണപതി ഡിവോട്ടി ആയിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ചിഞ്ച്വാഡ് എന്ന് പറയുന്ന പൂനെയ്ക്കടുത്തൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇവിടുന്നൊരു 90-100 കിലോമീറ്റർ അപ്പുറത്തേക്ക് വേറൊരു ചെറിയൊരു മോർഗാവ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ അഷ്ടഗണപതിയിൽ ഒരു ഗണപതി സ്ഥാപിതമായിരുന്നു. സോ ഇദ്ദേഹത്തിന് പറ്റുന്ന കാലത്തോളം നടന്ന് ഈ 100 കിലോമീറ്റർ നടന്നു പോകുമായിരുന്നു. അങ്ങനെ പോയി എല്ലാ ചതുർത്ഥിയിലുമാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ പോയി ഇദ്ദേഹത്തിന് വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും പോകാൻ പറ്റാതെ വന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഭഗവാനെ കാണാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും ത്യാഗം ചെയ്തു. അതായത് പിന്നീട് വെള്ളവും ഭക്ഷണവും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല.
അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഇതുപോലെ ഗണേശൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, നീയാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ, അപ്പം നിൻ്റെ കൂടെ ഞാൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു, നദിയിൽ, തൊട്ടടുത്ത നദിയിൽ പോയിട്ട് മുങ്ങിയപ്പം അവിടെ നിന്നൊരു ഗണേശൻ്റെ രൂപമുള്ള തന്നെ ഒരു വിഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അത് സ്വയംഭൂവായിട്ടുള്ള ഒരു ഗണേശ വിഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വലിയ ഡിവോട്ടിയാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ ഇനി മുതൽ എൻ്റെ പേരിൻ്റെ കൂടെ നിൻ്റെ പേരും പറയും എന്നാണ് ഭഗവാൻ കൊടുത്തിരുന്നൊരു വരം പോലെ. ഗണപതി ബപ്പ മോറിയ എന്നാണ് അന്ന് തൊട്ട് ആൾക്കാർ ഗണപതി ബപ്പ മോറിയ എന്നാണ് പറയുന്നത്. ആരത്തിക്ക് ശേഷം എല്ലാവർക്കും പ്രസാദമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് മാതിരിയാണ് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഭഗവാന് പൊട്ടൊക്കെ തൊടിയിച്ച് അനുഗ്രഹം വാങ്ങിക്കുക. രശ്മി ചേച്ചി അത് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ നോക്കി ഞാൻ പഠിച്ചു. എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. സോ ചേച്ചിയാണ് എന്നോട് പറഞ്ഞു തന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ സാധാരണ ഒരു പൊട്ടൊക്കെ വെച്ച് ഇവിടെ അരിയും പൂവും കൂടാണ് എപ്പോഴും ഇടാറ് കേട്ടോ. നമ്മുടെ അവിടെ പൂ മാത്രമല്ല യൂസ് ചെയ്യാറുള്ളൂ, ഇവിടെ അരി എക്സ്ട്രാ അവർ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ നമസ്കരിക്കും. ബാബു അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് അവൻ്റെ കാര്യങ്ങൾ. അമ്മയുടെ ലിറ്റിൽ ബ്രദറാണ്, കസിൻ ബ്രദറാണ് ബാബു. റിദ്ധാന്ത് എന്നാണ് പേര്. അവനെ ബാബു എന്ന് എല്ലാവരും വിളിക്കുന്നത്. ബാബു എന്ന് ഞങ്ങൾ നീട്ടി വിളിക്കുവാണ്. അങ്ങനെ ഞാനും എൻ്റെ ചാൻസിൽ ഞാനും അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തു. അരിയും പൂവും ഒക്കെ എടുത്ത് എനിക്ക് കൺഫ്യൂഷനായി എന്തൊക്കെയായിരുന്നു ചേച്ചി എടുത്തത്. അപ്പോൾ ചേച്ചി എനിക്ക് പറഞ്ഞു തരികയാണ് ഇന്നതൊക്കെയാണ് എടുത്ത്. അങ്ങനെ ഞാൻ പൂജയൊക്കെ ചെയ്യാൻ പഠിക്കുകയാണ്. ഇത് ലാസ്റ്റ് ഡേ ഓഫ് ഇതാണ്. ഈ ആരത്തി കഴിഞ്ഞാൽ ഗണേശൻ വിസർജന് പോകും. അതിന് വേണ്ടിയിട്ട് അമ്മയുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ലാസ്റ്റ് ഡേ ആണ് അമ്മ പങ്കെടുത്തത്. അമ്മയ്ക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ളൊരു ദിവസം ഇവിടെ എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, ആക്ച്വലി അത് വിട്ടുപോയി. നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു എല്ലാവർക്കും ഫുഡ് കൊടുത്തത്. സോ ഈ വീട്ടിൽ വെച്ച് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം വിളമ്പുന്നതിൻ്റെ ഇടയ്ക്കും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നുണ്ട്. അതൊരു നല്ല ശീലമല്ല, മാറ്റേ പറ്റൂ. അപ്പോൾ അങ്ങനെ ആരത്തിയൊക്കെ എടുത്ത് ഭഗവാൻ അവിടുന്ന് ഇറങ്ങും. ഇപ്പം തന്നെ വീട് മൊത്തം ഇങ്ങനെ കറങ്ങിയിട്ടാണ് ഇറങ്ങുക. गणपतीचा जय जयकार, गणपती बाप्पा मोरया, मंगल मूर्ती मोरया. गणपती बाप्पा सुपरस्टार. कोणाला काय बोलायचं का? गणपती बाप्पा मोरया, मंगलमूर्ती मोरया. या मोदक लाडू तुम्हाला द्या, बुद्धी थोडी आम्हाला सुख करा. ഇവിടുന്ന് മണ്ഡപത്തിൽ നിറക്കി താഴെ ഒരു ടേബിളിലേക്ക് ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ എല്ലാവരും വിഷ് ചോദിക്കുന്ന സമയമാണ്. പോകുന്നതിന് മുമ്പ് നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ ഞാനും പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. നടന്നാൽ നിങ്ങളോട് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ.
गणपती बाप्पा मोरया मंगल मूर्ती मोरया गणपती बाप्पा मोरया पुढच्या वर्षी लवकर या गणपती बाप्पा मोरया मंगल मूर्ती मोरया लवकर या गणपती बाप्पा मोरया पुढच्या वर्षी लवकर या पाहिजे അങ്ങനെ 10 ദിവസത്തെ ഒരു ഗണേശോത്സവം ഇപ്പം ഇതോടുകൂടി അവസാനിക്കും. ഇതോടുകൂടിയല്ല, വിസർജന ഇവർ പോകുന്നുണ്ട്. ആക്ച്വലി ഞാൻ പോയില്ലായിരുന്നു വിസർജന. എനിക്ക് വളരെയധികം സങ്കടം തോന്നി. വല്ലാത്തൊരു ശൂന്യത, വല്ലാത്തൊരു എംപ്റ്റിനെസ്, ഒരു സൈലൻസ് ഫീൽ ചെയ്തു. സോ ഞാൻ പോയില്ല. ഇവരിങ്ങനെ കൊണ്ടുപോയി. ഇനിയും ഇവിടുന്ന് ഒരു ഓട്ടോയിൽ ഇവിടെ എല്ലാ സ്ഥലത്തും മുനിസിപ്പാലിറ്റീസ് വിസർജനം വേണ്ടിയിട്ടുള്ളത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നല്ല ഒരു പൂള് പോലെ ഒരു താൽക്കാലിക സെറ്റപ്പ് ഉണ്ടാവും. അതിലേക്കാണ് വിസർജനം ചെയ്യുക. അത് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒത്തിരി വേസ്റ്റേജ് നമുക്ക് കമ്മി ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ അവർ ലിഫ്റ്റിൽ കയറി താഴെ ഇറങ്ങി. അതിനുശേഷം ഞാനും അനീഷും കൂടെ താഴോട്ട് പോയിരുന്നു. അപ്പോഴത്തേക്കും ഒരു ഓട്ടോയിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ ഈ വിളക്കും കാര്യങ്ങളും ഒക്കെ പുറകിൽ നിന്ന് പോയി അങ്ങനെ ഓട്ടോയിൽ കയറി ആ സ്ഥലത്തേക്ക്, അതായത് വിസർജനം നടത്തുന്ന തൊട്ടടുത്തൊരു മൈതാനത്തിലാണ് നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടേക്ക് അവർ പോവുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗണേശോത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ട്രഡീഷൻ അനുസരിച്ച് എല്ലാ ഫെസ്റ്റിവൽസിൻ്റെയും ഒരു വീഡിയോസ് ഈ വർഷം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.